ആരം 9 സെന്റിമീറ്ററായ ഒരു ഇരുമ്പ് വട്ടത്തിൽ നിന്ന് കേന്ദ്രകോൺ 30 ഡിഗ്രിയായ ഒരു കഷ്ണം മുറിച്ചെടുത്തു. അത് വളച്ച് ചെറിയൊരു വട്ടമുണ്ടാക്കി. ആദ്യമെടുത്ത ഇരുമ്പ് വട്ടത്തിൻ്റെ ചുറ്റളവ് എത്ര? ചുറ്റളവിൻ്റെ എത്ര ഭാഗമാണ് മുറിച്ചെടുക്കുന്നത്? മുറിച്ചെടുത്ത ഭാഗം വളച്ച് ചെറുവട്ടമാക്കുന്നു. ചെറുവട്ടത്തിൻ്റെ ആരം എത്ര? ആദ്യമെടുത്ത ഇരുമ്പ് വട്ടത്തിൻ്റെ ആരം 9 സെന്റിമീറ്റർ ആയതിനാൽ അതിൻ്റെ ചുറ്റളവ് 2 പൈ ഗുണിക്കണം 9 അഥവാ 18 പൈ സെന്റിമീറ്റർ ആണ്. കേന്ദ്രകോൺ 30 ഡിഗ്രിയായ ഒരു കഷ്ണമാണ് മുറിച്ചെടുക്കുന്നത്. 30 ഡിഗ്രി എന്നത് കേന്ദ്രത്തിലുള്ള ആകെ കോണിൻ്റെ 30/360 ഭാഗമാണ്. അതുകൊണ്ട് ആദ്യമെടുത്ത ഇരുമ്പ് വട്ടത്തിൻ്റെ ചുറ്റളവിൻ്റെ 30/360 ഭാഗമാണ് മുറിച്ചെടുക്കുന്നത്. അഥവാ വലിയ ഇരുമ്പ് വട്ടത്തിൻ്റെ ചുറ്റളവിൻ്റെ 1/12 ഭാഗമാണ് മുറിച്ചെടുക്കുന്നത്. വലിയ ഇരുമ്പ് വട്ടത്തിൻ്റെ ചുറ്റളവ് 18 പൈ സെന്റിമീറ്റർ ആണ്. അതിൻ്റെ 1/12 ഭാഗമാണ് ചെറിയ ഇരുമ്പ് വട്ടത്തിൻ്റെ ചുറ്റളവ്. അതുകൊണ്ട് ചെറിയ ഇരുമ്പ് വട്ടത്തിൻ്റെ ചുറ്റളവ് 1/12 ഗുണിക്കണം 18 പൈ ആണ്. 12-ൽ 2 ആറുകളുണ്ട്, 18-ൽ 3 ആറുകളും. അപ്പോൾ ഇതിനെ 3 π/2 അഥവാ 1.5 പൈ എന്നെഴുതാം. അതായത് ചെറുവട്ടത്തിൻ്റെ ചുറ്റളവ് 1.5 പൈ സെന്റിമീറ്റർ ആണ്. ചുറ്റളവിനെ 2 പൈ കൊണ്ട് ഹരിച്ചാൽ വൃത്തത്തിൻ്റെ ആരം കിട്ടും. അതുകൊണ്ട് ചെറുവട്ടത്തിൻ്റെ ആരം 1.5 പൈ ഹരിക്കണം 2 പൈ ആണ്. അംശത്തിലെയും ഛേദത്തിലെയും പൈകൾ ചുരുക്കാം. 1.5 ഹരിക്കണം 2 എന്നത് 0.75 ആണ്. അതായത് ചെറിയ വട്ടത്തിൻ്റെ ആരം 0.75 സെന്റിമീറ്റർ ആണ്.